ഹലോ എവരിവൺ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ക്രിമിനോളജി, നേച്ചർ ഓഫ് ക്രിമിനോളജി ആൻഡ് സ്കോപ്പ് ഓഫ് ക്രിമിനോളജി. ഇതെല്ലാമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ക്രിമിനോളജി എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് us അണ്ടർസ്റ്റാൻഡ് ക്രിമിനൽ ബിഹേവിയർ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ സൊസൈറ്റി, which is essential to maintaining justice and safety. ക്രിമിനോളജിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ക്രിമിനോളജി is the scientific study of crime, its causes, the behavior of criminals and how society responds to it. ഇതാണ് ഡെഫിനിഷൻ ഓഫ് ക്രിമിനോളജി എന്ന് പറയുന്നത്. ക്രിമിനോളജി വന്നിട്ടുള്ളത് ക്രൈം എന്ന മീനിങ് വരുന്ന ലാറ്റിൻ വേർഡായ ക്രൈമൻ എന്ന വാക്കിൽ നിന്നും അതുപോലെ സ്റ്റഡി എന്ന മീനിങ് വരുന്ന ഗ്രീക്ക് വേർഡായ ലോഗോസിൽ നിന്നുമാണ് ക്രിമിനോളജി വന്നിട്ടുള്ളത്. The nature of criminology dynamic, multidisciplinary and constantly evolving to address the complexity of crime in society. ഇനി നമുക്ക് പോയിന്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി ആണ്. ക്രിമിനോളജി ഡ്രോസ് ഓൺ ഐഡിയാസ് ഫ്രം മെനി ഡിഫറെന്റ് ഫീൽഡ്സ് സച്ച് ആസ് സോഷ്യോളജി, സൈക്കോളജി, ലോ, എക്കണോമിക്സ് ആൻഡ് ബയോളജി. ആൻഡ് ബൈ കമ്പൈനിങ് ദീസ് criminologists can better understand crime and its origins. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോവേർട്ടി, മെന്റൽ ഹെൽത്ത്, എങ്ങനെയാണ് ഒരു വ്യക്തിയെ ക്രൈമിലേക്ക് നയിക്കുന്നത്, എന്ത് ഫാക്ടറാണ് ആ ഒരു വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, സ്റ്റഡി ചെയ്യുന്നതാണ് ക്രിമിനോളജി. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ബേസ്ഡ് ഓൺ റിയൽ വേൾഡ് റിസർച്ച്. ക്രിമിനോളജി ഈസ് ബേസ്ഡ് ഓൺ റിയൽ റിസർച്ച് ആൻഡ് ഡാറ്റ. ഇറ്റ് ഫോക്കസസ് ഓൺ സ്റ്റഡിയിങ് ക്രൈം പാറ്റേൺസ് and criminal behavior by analyzing facts. This helps criminologists create policies and solutions based on actual evidence. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ക്രിമിനോളജിസ്റ്റിന്റെ സ്റ്റഡി പ്രകാരം ഒരു ഏരിയ ഫുള്ളി സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളതും ഒരു ഏരിയയിൽ സ്ട്രീറ്റ് ലൈറ്റ് കുറവും അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതുമായ ഒരു ഏരിയയാണ്. ഓക്കെ, ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത ഏരിയയിൽ ക്രൈം റേറ്റ് കൂടുതലാണ്. അതേപോലെ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ക്രൈം റേറ്റ് കുറവും. സോ ഡാർക്ക്നെസ് ഈ ഫ്രോഡ് അല്ലെങ്കിൽ ക്രൈം നടത്തുവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ എളുപ്പമാക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈസി ആക്കുകയാണ് ചെയ്യുന്നത്. സോ റിസർച്ച് പ്രകാരം ഡാർക്ക്നെസ് ഉള്ള ഏരിയയിൽ കൂടുതൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ക്രിമിനോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്യും. ആൻഡ് മൂന്നാമത് നോക്കുന്നത് ബിൽഡ് ഓൺ തിയറീസ് ആണ്. ക്രിമിനോളജി യൂസസ് വേരിയസ് തിയറീസ് ടു എക്സ്പ്ലെയിൻ വൈ ക്രൈംസ് ഒക്കർ, ലൈക്ക് ഡിറ്ററൻസ് തിയറി, സ്ട്രെയിൻ തിയറി ആൻഡ് സോഷ്യൽ ലേണിംഗ്. ഇതെല്ലാം ക്രിമിനോളജിസ്റ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ടു അണ്ടർസ്റ്റാൻഡ് ദി റീസൺസ് ബിഹൈൻഡ് ദി ക്രിമിനൽ ആക്ഷൻസ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡിറ്ററൻറ്റ് തിയറി, സിവിയർ പണിഷ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ പീപ്പിൾസ് ക്രൈം ചെയ്യുന്നത് കുറയ്ക്കും. അവർ ചെയ്യാൻ പോകുന്ന ക്രൈം എത്രത്തോളം വലിയൊരു പണിഷ്മെന്റ് ആയിരിക്കും അയാളുടെ ലൈഫിൽ കിട്ടുന്നുണ്ടാവുക, അയാൾക്ക് അത് എത്രത്തോളം നന്നായിട്ട് എഫക്റ്റ് ചെയ്യും എന്ന് പേടിച്ചിട്ട് അയാൾ ക്രൈം ചെയ്യുന്നുണ്ടാവില്ല. ഓർ സ്ട്രെയിൻ തിയറി ആണെങ്കിൽ സോഷ്യൽ എക്കണോമിക് പ്രഷർ എങ്ങനെയാണ് ക്രൈം കമ്മിറ്റ് ചെയ്യുന്നതെന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നാലാമത്തെ ആണെന്നുണ്ടെങ്കിൽ ഫോക്കസ്ഡ് ഓൺ പ്രാക്ടിക്കൽ സൊല്യൂഷൻ ആണ് പറയുന്നത്. ക്രിമിനോളജി അപ്ലൈസ് റിസർച്ച് ഫൈൻഡിങ്സ് ടു റിയൽ വേൾഡ് പ്രോബ്ലംസ്. ദെൻ ക്രൈം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോ മേക്കേഴ്സ്, ലോ എൻഫോഴ്സ്മെന്റ്, ജസ്റ്റിസ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യും. ആൻഡ് അഞ്ചാമത്തെ പറയുന്നത് ഫോളോ എ സയന്റിഫിക് അപ്രോച്ച്. ഇറ്റ് യൂസസ് ദി സയന്റിഫിക് മെത്തേഡ് ഇൻക്ലൂഡിംഗ് ഫോമിംഗ് ഹൈപ്പോത്തസിസ്, കളക്ടിംഗ് ഡാറ്റ ആൻഡ് ടെസ്റ്റിംഗ് ഐഡിയാസ്. ദിസ് എൻഷുവേഴ്സ് റിസർച്ച് ഈസ് ത്രൂ റിലയബിൾ ആൻഡ് അക്യുറേറ്റ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഇൻഫ്ലുവൻസ് പോളിസി ആൻഡ് ലോ. Criminology has a direct impact on shaping laws and criminal justice policies. It helps guide lawmakers, judges, and law enforcement in making evidence-based decisions. Scope of criminology: understanding crime causes. What causes people to commit crime? Crime ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത് എന്താണെന്നും. This includes studying things like how a background, social environment, mental health, and even genetic or brain-related function can influence criminal behavior. And next പറയുന്ന ടൈപ്സ് ഓഫ് ക്രിമിനൽസ് ആണ്. They are also study different kinds of criminals and the crimes they commit. അങ്ങനെ ബിഹേവിയർ, ക്യാരക്ടേഴ്സ് മനസ്സിലാക്കി it helps in creating better ways to prevent crime and offer support to right people. Example ആയിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ violent criminals and non-violent criminals.
ആൻഡ് നെക്സ്റ്റ് പറയുന്നത് ഇമ്പാക്റ്റ് ഓൺ വിക്ടിംസ് ആണ്. ദേ ഫോക്കസ് ഓൺ ഹൗ ക്രൈം അഫക്ട്സ് വിക്ടിംസ് ഇമോഷണൽ, സൈക്കോളജിക്കലി, ഫിസിക്കലി ഇമ്പാക്റ്റ് ഓൺ ദം. They help create better support system and service for crime victims. ഫോർത്ത് വൺ എന്ന് പറയുന്നത് പ്രിവെൻറ്റിംഗ് ആൻഡ് കൺട്രോളിങ് ക്രൈം ആണ്. ദിസ് ഹെൽപ്പ് ക്രിയേറ്റ് വേസ് ടു സ്റ്റോപ്പ് ക്രൈം ബിഫോർ ഇറ്റ് ഹാപ്പൻസ്. ഒരു ക്രൈം നടക്കുന്നതിന് മുന്നേ തടയാം. ലൈക്ക് ആ ഒരു വ്യക്തി ക്രിമിനൽ ആവാണ്ട് നോക്കുക. റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ്, കമ്മ്യൂണിറ്റി പോളിസീസ്, ഇതെല്ലാം വെച്ചിട്ട്. നമ്മളെന്ന് പറഞ്ഞ ക്രിമിനോളജിയെ കുറിച്ചാണ്. ക്രിമിനോളജി എന്ന് പറയുന്നത് സയൻറ്റിഫിക്കലി സ്റ്റഡി ചെയ്യുന്ന ഫീൽഡാണ്. എന്തിനെക്കുറിച്ച് എന്തെങ്കിലും ക്രൈമോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്രൈം എന്തുകൊണ്ട് നടന്നു, എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കാരണം എന്നെല്ലാം സ്റ്റഡി ചെയ്യുന്ന, സയൻറ്റിഫിക്കലി സ്റ്റഡി ചെയ്യുന്ന ഫീൽഡാണ് ക്രിമിനോളജി എന്ന് പറയുന്നത്.